അത് കൂട്ടുകാരി എല്ലാവർക്കും ടെക്ഡാസ് പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ജിമ്മ് തുടങ്ങാൻ പോവുകയാണ്. അപ്പം സാധനങ്ങളൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞൊക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കി നിർത്തിയിട്ട് പിന്നെ 5 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ നിർത്തിച്ചിട്ട് 2020-21 നിർത്തിയതാണ്. അതിൻ്റെ ശേഷം പിന്നെ എടുത്തിട്ടില്ല. അങ്ങനെ മണ്ണൊടിച്ചെടുക്കുന്നു. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് റെഡിയാക്കിയാണ് ഇപ്പോൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ മടിയാക്കി 5 വർഷമൊക്കെ ഞാൻ നിർത്തിച്ച പിന്നെ മടിയാകല്ലേ. ഇപ്പം ഞാൻ നടത്താൻ തുടങ്ങി. അതിനോട് കൂടെ ചെറുതായിട്ട് ചെയ്യും പിന്നെ വർക്കൗട്ടും ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിൽ. വലിയ സ്ട്രോങ് അല്ല, നമ്മൾ ചെറിയൊരു എക്സസൈസ് ആയിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വരും. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ്. ഫസ്റ്റ് ഡേ തിങ്കളാഴ്ച ചെസ്റ്റ് വർക്കൗട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം ഒരു 6 ദിവസം ഒരാഴ്ചയിൽ ഒരു ദിവസം ലീവും. അങ്ങനെയാണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ചത്. ചെറുതായിട്ട് വലിയ സ്ട്രോങ് ആയിട്ടൊന്നുമില്ല, നമ്മളെ പ്രായത്തിനനുസരിച്ചൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു വ്യായാമം മാത്രം. ഇപ്പോൾ സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ട് ഇപ്പോൾ കുറേ ഒരുപാട് 2018 വാങ്ങിയത്. വെള്ളപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ അധികമൊന്നും പിന്നെ എടുത്തില്ല. 2 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നിർത്തി വെച്ചു. അപ്പോൾ ഇന്ന് ചെസ്റ്റിൻ്റെ ഒരു വർക്കൗട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാളെ പിന്നെ കയ്യിൻ്റെ, അങ്ങനെ ഓരോ ദിവസം 6 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോവും. ഒരു ദിവസം ലീവും, ഞായറാഴ്ച ലീവ് ആയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് വ്യായാമമൊക്കെ ചെയ്യാം. എനിക്ക് ഒന്നാമത്തെ സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂമിലൊക്കെ ഫുള്ളായിട്ട് കോഴിക്കളായിരുന്നു ആദ്യം. അപ്പോൾ കോഴിക്കളൊക്കെ ഞാൻ ഫുൾ ഒഴിവാക്കി. അപ്പോൾ ഈ റൂമൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊക്കെ റെഡിയാക്കി എടുത്ത റൂം. നല്ല ഇതൊരു സൈഡിലുള്ളൊരു കോഴിക്കൂടി തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി. ഇനി നിലമൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട്. നിലപ്പം മണ്ണാണ്, ഇന്ന് കോൺക്രീറ്റ് ചെയ്യണം. മഴ കഴിഞ്ഞിട്ട് വേണം കോൺക്രീറ്റ് ചെയ്യാം. അപ്പം ഇന്നത്തെ വർക്കൗട്ട് ജസ്റ്റിൻ്റെ ആണ്. ഇപ്പോൾ ഓരോരോ ഐറ്റംസ് നമ്മൾ ഇതൊക്കെ സുഖമാണ്. ഇതിപ്പോൾ ആർക്കും ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്കൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് നമുക്ക് ഓരോരോ ദിവസം എന്താ ചെയ്യണോ, ചെസ്റ്റിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി നമുക്ക് ചെയ്യാൻ കഴിയും. ചെറിയ ഡംബിൾസും അതുപോലെ ചെറിയൊരു ബെഞ്ചും ഇതൊക്കെ വാങ്ങിയാൽ മതി. സെറ്റ് 2000, 3000, 4000 റുപ്യ കൊടുത്താൽ ഓരോ സെറ്റ് കിട്ടും. 40 kg, 50 kg, 75 kg, അങ്ങനെ ഓരോരോ കേജിൻ്റെ കണക്കിനാണ് വില. വലിയ ഓവർ വിലണ്ടൊന്നും വാങ്ങണ്ട. ഇതൊക്കെ നമുക്കൊരു ചെറിയ നോർമൽ വിലണ്ടതാണ്. വലിയ വിലണ്ടൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്ക് ഇപ്പോൾ വ്യായാമം എടുത്തുവച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊരു 1/2 മണിക്കൂർ എന്നെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടുള്ളൊരു വ്യായാമം ചെയ്യാം. നല്ലതാണ് ശരീരത്തിന്. നടക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നടക്കുക. ഞാൻ രാവിലെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നടക്കും. ഒരു 40 മിനിറ്റ് 45 മിനിറ്റൊക്കെ നടക്കും. അപ്പം മഴ ആയപ്പോൾ ലേശൊരു ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. എന്നാലും ഇന്നും നടന്നിട്ടുണ്ട്. ഈ മഴയത്ത് നമുക്ക് ചില സ്ഥലത്തൊക്കെ വല്ലാണ്ട് വെള്ളം ഉണ്ടാകും. അപ്പോൾ വെള്ളത്തിൽ കൂടിയൊക്കെ അങ്ങോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും 2 ദിവസം നിർത്തി വെച്ചിരുന്നു. ഇപ്പം നല്ല മഴ, അടഞ്ഞ മഴ ചെയ്തപ്പോൾ ഒന്ന് പോയി നടന്ന്. അപ്പോൾ എല്ലാവരും നമ്മളെ പ്രായത്തിനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പ്രായമാണെന്ന് വിചാരിച്ചാൽ നമ്മളെ പ്രായത്തിനനുസരിച്ചൊക്കെ ചെറുതായിട്ട് വ്യായാമങ്ങൾ ചെയ്യാം. ഇനി ഒരു ഡംബിൾസ് ഒരു സെറ്റ് വാങ്ങിയാലും നമുക്ക് അതിനെക്കൊണ്ട് ചെയ്യാൻ കഴിയും. തോനെ ഒന്നും വാങ്ങണമെന്നില്ല. ഒരു സെറ്റ് 1000 റുപ്യേൻ്റെ ചോടായിട്ട് ഒരു 2-3 എണ്ണം വാങ്ങിയാൽ മതി. ഒരു 3 കിലോൻ്റെ, ഒരു 5 കിലോൻ്റെ, അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അതിനെക്കൊണ്ട് ചെയ്താൽ മതി. തോനം വേണമെന്നില്ല. ചെറിയൊരു എന്തെങ്കിലും ഒരു ചെയറോ ഒരു ബെഞ്ചോ പോലത്തെ ഒരു മരത്തിൻ്റെ ബെഞ്ചോ ഒക്കെ ഉണ്ടായാലും മതി. നമ്മളധികം പൈസ കൊടുത്ത് മുടക്കണമെന്നില്ല. നമ്മൾ ചെറിയ വ്യായാമം ചെയ്യാനൊക്കെ അത് മതി. ഞാനിപ്പോൾ കുറച്ചുകൂടി സാധനം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 സാധനത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ 2-3 സാധനം കൂടി വാങ്ങാനുണ്ട്. റൂമിൽ സൗകര്യം പോരാ, എന്തെങ്കിലും ഉള്ള സൗകര്യത്തിനായിട്ട് ഒപ്പിക്കുകയാണ്. കുറച്ചും കൂടി ഒരു
വീതി വിസ്താരമൊക്കെ വേണ്ടിനു. അപ്പം നമ്മൾ അത്രയൊരു സൗകര്യമായിട്ട് ഉള്ളിലില്ല. നോക്കണ്ട, അതിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ വരങ്ങലിൽ ഒപ്പിക്കുക. പിന്നെ അത് ഫുള്ളായിട്ട് ആദ്യം കോഴിക്കോടായിരുന്നു. അത് അന്ന് പിന്നെ ഒരു സൗകര്യം ഇല്ലാണ്ട് അങ്ങനെയാണ് നിർത്തി വെച്ചത്. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യില്ല, പിന്നെ അവിടെ ചെയ്യാനൊരു സൗകര്യം ഇല്ലാണ്ടായി, പിന്നെ നിർത്തി വെച്ചത്. അങ്ങനെയാണ് 5 വർഷമൊക്കെ കടന്ന് 5-6 വർഷമായി കടന്നു പോയി. പിന്നെ ഇപ്പം ഞാൻ കോഴിയൊക്കെ ഒഴിവാക്കിയപ്പോൾ റൂം നന്നാക്കി തന്നെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഓരോരോ ഐറ്റംസ് ഒരു ദിവസം ചെസ്റ്റിൻ്റെ 7 ഐറ്റംസാണ്. അങ്ങനെ ഓരോന്നിനും 7 ഐറ്റംസ്. അത് പല കോലത്തിലും ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മളേതെങ്കിലും ഒരു ഇതിലങ്ങനെ ചെയ്യുക, ആരെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ, ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും ഒരാളെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോലാണ്. അപ്പോൾ ഓലെന്തൊക്കെ ചെയ്യുന്നത് അതേ രീതിയിൽ ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ചെയ്യും. ചെസ്റ്റുണ്ട്, അതുപോലെ തന്നെ ബാക്ക്, സ്പൈസസ്, അങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി ഓരോ ദിവസം അങ്ങനെ ചെയ്യും. അപ്പം ഇതൊന്ന് ചെസ്റ്റിൻ്റെ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ മഴയത്താണ് വേറെ വീഡിയോകളൊന്നും ചെയ്യാനും പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് തന്നെ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.